അങ്ങനെ നമ്മളേവരും കാത്തിരുന്ന വയനാട് ദേശീയ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയായി. ഇന്നിപ്പോൾ ഞാനുള്ളത് വെള്ളൂർക്കാവ് അമ്മയുടെ സന്നിധിയിലാണ്. അല്പനേരത്തിനുള്ളിൽ തിരുവായുധം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇനി വരുന്ന 14 ദിവസം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തിരുവായുധം എഴുന്നള്ളത്തിനോടൊപ്പം വരുന്ന സജ്ജനങ്ങൾക്ക് അന്നപൂർണേശ്വരിയിൽ നാല് ലഘുഭക്ഷണം സജ്ജമാക്കിയിട്ടുണ്ട്. ആകാശ വിസ്മയം ഒരുക്കുന്നത് നാടകത്തിൽ നിന്ന് ഫാമിലിക്ക് വേണ്ടിയുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള ആകാശ വിസ്മയം. ആകാശ വിസ്മയം ഒരുക്കുന്നത് അനീഷ് അപ്പപ്പാറ. എഴുന്നള്ളത്തിനോടൊപ്പം എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അന്നപൂർണേശ്വരി ഹാളിൽ ലഘുഭക്ഷണവും കുടിവെള്ളവും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. അന്നപൂർണേശ്വരി ഹാളിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. സജ്ജനങ്ങളെ, ഈ ആകാശ വിസ്മയക്കാർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനീഷ് അപ്പപ്പാറ, നടയത്തുങ്കൽ ഫാമിലി, കല്ലുവേൽ സ്വദേശികൾ. ഇവർക്ക് ഞങ്ങൾ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. മൺമറഞ്ഞുപോയ പരേതനായ നടയത്തുങ്കൽ സ്വകാര്യ പേരമക്കളാണ് ഈ ആകാശ വിസ്മയക്കാർക്ക് ഒരുക്കുന്നത്. അതുപോലെ തന്നെ അപ്പപ്പാറ അനീഷ് ഈ ആകാശങ്ങളുടെ ഓർമ്മ രാശികൾ നയിച്ചുകൊണ്ടുള്ള ഈ ആകാശ വിസ്മയക്കാർക്ക് ഒരുക്കുന്നത് പരേതനായ മൺമറഞ്ഞുപോയ നടയത്തുങ്കൽ കുമാരസ്വാമിയുടെ പേരമക്കളും അനീഷ് അപ്പപ്പാറയും അതുപോലെ തന്നെ വെള്ളൂരമ്മയുടെ സന്നിധിയിൽ നിന്നും സൈമൺ വൈഡാങ്കലിനൊപ്പം സജയൻ, ഓപ്പൺ ന്യൂസ്.